കേരളത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചൊല്ലി നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പുതിയ അധ്യായത്തിന് വേദിയായി പന്തളം. ശബരിമലയുടെ സംരക്ഷണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി നടന്ന ശബരിമല സംരക്ഷണ സംഗമം 10,000-കണക്കിന് ഭക്തരെ കൊണ്ട് ശ്രദ്ധേയമായി. കേരളത്തിന് പുറത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ പങ്കെടുത്ത ഈ പരിപാടി ഒരു വിശ്വാസ സംരക്ഷണ സംഗമം എന്നതിലുപരി ആചാരങ്ങളെ മുൻനിർത്തി സംഘടിത ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വേദിയായി മാറിയെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. 20,000-ലധികം പേർക്ക് ഇരിക്കാൻ തയ്യാറാക്കിയ പന്തൽ നിറഞ്ഞു കവിഞ്ഞ് MC റോഡിൽ കിലോമീറ്ററുകളോളം ഭക്തർ തടിച്ചുകൂടിയത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തി. ഭജനകൾ പാടിയും ശരണം വിളിച്ചും സംഗമ നഗരിയിലേക്ക് ഒഴുകിയെത്തിയ ഭക്തർ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്ര, ഒറീസ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ 1300ഓളം പേരെത്തി. ശ്രീലങ്കൻ മുൻ മന്ത്രി ഡോക്ടർ ഋഷിയുടെ സാന്നിധ്യം പരിപാടിക്ക് കൂടുതൽ അന്താരാഷ്ട്ര മാനം നൽകി. സംഗമത്തിൽ പങ്കെടുത്ത നേതാക്കളുടെ പ്രസംഗങ്ങൾ കേരളത്തിലെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഇടതുപക്ഷ കോൺഗ്രസ് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ ആക്രമണങ്ങളായിരുന്നു. ഭക്തസംഗമം ഉദ്ഘാടനം ചെയ്ത തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലൈ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നാസ്തികനായ നാടകക്കാരൻ എന്ന് വിശേഷിപ്പിച്ചത് വലിയ ശ്രദ്ധ നേടി. 2018-ൽ ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെതിരെ പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തരെ ക്രൂരമായി മർദ്ദിച്ച സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഭക്തരെ കബളിപ്പിക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയത്തെയും അദ്ദേഹം വിമർശിച്ചു. മുഖ്യപ്രഭാഷകൻ തേജസ്വി സൂര്യ MP കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസമില്ലെന്നും ചെകുത്താൻ വേദം ഊതുന്നത് പോലെയാണ് അവർ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും തുറന്നടിച്ചു. അദ്ദേഹം പ്രസംഗത്തിൽ ഉന്നയിച്ച മറ്റൊരു പ്രധാന ആരോപണം കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, MK സ്റ്റാലിൻ, സിദ്ധരാമയ്യ എന്നിവരെ കുറിച്ചാണ്. ഈ 3 പേരും ഹിന്ദു വിരുദ്ധതയുടെ ത്രിമൂർത്തികളാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കർണാടകയിലെ ധർമ്മസ്ഥലം തകർക്കാൻ ശ്രമിച്ചതുപോലെയുള്ള ഗൂഢാലോചനയാണ് ഇവർ ശബരിമലയിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനാണ് മൂവർ സംഘം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സംരക്ഷണ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിച്ചത് ഈ സംഗമത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ശബരിമല ഒരു സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമല്ലെന്നും അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ഈ പ്രമേയം സൂചിപ്പിക്കുന്നു. ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതോടെ വിഷയത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കും. ഇത് ശബരിമലയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കാൻ BJP ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നു. സംഗമത്തിൽ നടന്ന സെമിനാറുകൾക്ക് വിശ്വാസം, വികസനം, സംരക്ഷണം എന്നീ വിഷയങ്ങളാണ് അടിസ്ഥാനമായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. രാമൻ നായർ, ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈ വിഷയത്തിന് നിയമപരവും ചരിത്രപരവുമായ ഒരു പശ്ചാത്തലം നൽകാൻ സഹായിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അധ്യക്ഷത വഹിച്ച ഈ സെമിനാറുകൾ ഭക്തരെ അണിനിരത്തുന്നതിനൊപ്പം വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും ലക്ഷ്യമിട്ടു. ശബരിമല സംരക്ഷണ സംഗമം ഒരു കൂട്ടായ വിശ്വാസ പ്രകടനം എന്നതിനപ്പുറം ചില വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് സംഘടിപ്പിക്കപ്പെട്ടതെന്ന് നിരീക്ഷകർ കരുതുന്നു. ശബരിമല വിഷയം മുൻനിർത്തി ഹൈന്ദവ വിശ്വാസികളെ ഒന്നിപ്പിക്കാനും രാഷ്ട്രീയമായി ധ്രുവീകരിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശബരിമല നയങ്ങൾക്കെതിരെയുള്ള രോക്ഷം ആളിക്കത്തിച്ച് വരും തിരഞ്ഞെടുപ്പുകളിൽ അത് വേട്ടയായി മാറ്റുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. കേരളത്തിൽ ഒരു പ്രാദേശിക വിഷയം ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാക്കാനും അതിലൂടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ നേടാനും ഈ സംഗമം സഹായിക്കും. പന്തളം കൊട്ടാരവും അയ്യപ്പ സേവ സമാജം പോലുള്ള സംഘടനകളും സംഗമത്തിന് പിന്തുണ നൽകിയത് ഈ വിഷയത്തിന് വിശ്വാസപരമായ പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാൻ സഹായിച്ചു. എന്നാൽ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടിക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് എതിർപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. ചുരുക്കത്തിൽ ശബരിമല സംരക്ഷണ സംഗമം കേരളത്തിലെ വിശ്വാസ സംരക്ഷണ പോരാട്ടത്തിന്റെ ഒരു പുതിയ ഘട്ടമാണ്. ഇത് വിശ്വാസികളെ അണിനിരത്തുന്നതിനോടൊപ്പം രാഷ്ട്രീയപരമായ ഒരു ശക്തി പ്രകടനം കൂടിയായി മാറി. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകുമെന്നതും ഉറപ്പാണ്.